നമസ്കാരം. പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ മനം മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. തുടർ ഭരണം കിട്ടിയതോടെ കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മുടെ കേരള സർക്കാർ പെരുമാറുന്നത്. അതിനാൽ തന്നെ എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഭരണത്തിൽ ഇറങ്ങിപ്പോയാൽ മതിയെന്നാണ് ജനങ്ങൾ പോലും ചിന്തിക്കുന്നത്. ഇപ്പോഴിതാ ജനങ്ങളെ ചിന്തിക്കുന്നത് തന്നെ തുറന്ന് സമ്മതിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ തങ്ങൾക്കോ ജനങ്ങൾക്കോ തൃപ്തിയില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. ജനങ്ങൾക്ക് തൃപ്തിയില്ലെന്നത് പോട്ടെ, പാർട്ടിക്കും തൃപ്തിയില്ലെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. അതേസമയം സെക്രട്ടറി അതിന് നിരത്തുന്ന ന്യായീകരണമാണ് അതിലും വിശേഷം. സർക്കാരിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്. അർഹതപ്പെട്ട വിഹിതം കേന്ദ്ര സർക്കാർ നൽകുന്നില്ല എന്നാണ് MV ഗോവിന്ദന്റെ ന്യായീകരണം. എന്നാൽ നമ്മൾ കണ്ടതാണ്, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടയിലായിരുന്നു ഇടത് സർക്കാർ നടത്തിയ ധൂർത്ത് നമ്മൾ കണ്ടിരുന്നു. കേരളീയം എന്ന പേരിൽ കോടികൾ ഒരാവശ്യവുമില്ലാതെ ആദ്യം ധൂർത്തടിച്ചു. അതിന്റെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിനിടയിൽ തന്നെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ നവകേരള സദസ് എന്ന പേരിൽ അടുത്ത ധൂർത്തും. ഇവ രണ്ടും കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. എന്നിട്ടാണ് സർക്കാരിന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് ഭരണം തൃപ്തികരമല്ലെന്ന് MV ഗോവിന്ദൻ പറയുന്നത്. അല്ലാതെ ധൂർത്തടിച്ചിട്ടല്ല കേട്ടോ. കേരള സർക്കാരിനെ ആരും തെറ്റിദ്ധരിക്കരുത്. കൂടാതെ കേന്ദ്രം തരാനുള്ള കാശിന്റെ കുറച്ച് കണക്കുകളും നമ്മുടെ MV ഗോവിന്ദൻ നിരത്തുന്നുണ്ട്. എന്നാൽ നിരവധി തവണ, എന്തിനേറെ പറയുന്നു, കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ നേരിട്ടെത്തി കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുണ്ടെന്നും മതിയായ രേഖകൾ ഹാജരാക്കാത്തതിനാലാണ് ചിലത് നൽകാത്തതെന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടാണ് വീണ്ടും വീണ്ടും കള്ളപ്രചാരണങ്ങളുമായി നേതാക്കൾ രംഗത്തെത്തുന്നത്. എന്നാൽ ഫ്ലക്സ് അടിക്ക് ഒരു കുറവുമില്ല കേട്ടോ. അത് കേന്ദ്ര സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ മതി, ഉടനടി ഫ്ലക്സ് റെഡിയാണ്. എന്തായാലും പിണറായി സർക്കാരിന്റെ തുടർ ഭരണത്തിൽ ജനങ്ങൾക്കും തൃപ്തിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മതി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.